ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. ഇന്നലത്തെ പോലെ തന്നെയാണ് കേട്ടോ കാലാവസ്ഥ. ഇന്ന് മഴ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു വീട് പണി നടക്കുന്നുണ്ട്. അങ്ങോട്ടേക്കായി കട്ടയൊക്കെ പോകുന്നത്. സത്യം പറയുവാണെങ്കിൽ ആ വണ്ടിക്ക് പോകാനുള്ള വീതിയെ നമ്മുടെ ഈ റോഡിനുള്ളൂ. ഈ കിളികളുടെ ചിലപ്പ് കേൾക്കാൻ നല്ല രസമില്ലേ? മഴ പെയ്യൂന്നോർത്താണ് കേട്ടോ. കരിയിലപ്പടയാണ് മൊത്തം. താഴെ അമ്മച്ചി രാവിലെ എഴുന്നേറ്റ് ഓരോ പരിപാടികളൊക്കെയാണ് കേട്ടോ. അമ്മച്ചി അവിടെ രാവിലെ 5 മണിയാകുമ്പോൾ എഴുന്നേക്കും. എന്നിട്ട് കാപ്പിക്കുടിയൊക്കെ കഴിഞ്ഞ് ഓരോരോ കാര്യങ്ങളൊക്കെയാണേ. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അമ്മച്ചിയുടെ കോഴികളും തുടങ്ങും രാവിലെ 4 മണിയാകുമ്പോൾ. ഈ ഒരു ബോൾസത്തിന് എങ്ങനെയും മണ്ണിലേക്ക് നടണം കേട്ടോ. വേര് മൊത്തം പുറത്താ. അത് ചെടിച്ചട്ടിയിലല്ല സത്യത്തിൽ നിൽക്കുന്നത്. ഈ ചെമ്പരത്തി ബഡ്ഡാന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാക്കുന്നത്. അമ്മ പറഞ്ഞാൽ ഞാൻ വിചാരിക്കുകയും ചെയ്തു ഇതിലെന്താ 2 കളറുള്ള പൂവെന്ന്. അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് ഇത് ബഡ് ചെയ്തതാണ്. ഒരെണ്ണം ഒരു ലൈറ്റ് യെല്ലോ കളർ, ഒരെണ്ണം ഒരു ഓറഞ്ച് ഷെയ്ഡുമാണ്. നോക്കി ആ വണ്ടി വരുന്ന വരവ്, റോഡിന്റെ വീതി നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് രാവിലെ നമുക്ക് പുട്ടും പഴമായിരുന്നു കേട്ടോ. പുട്ടും പഴവും രാവിലെ കഴിക്കാൻ ഒട്ടും മൂടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവലിരിപ്പുണ്ടായിരുന്നേ. അച്ഛൻ ഇന്നലെ കടയിൽ പോയിട്ട് വന്നപ്പോൾ അവല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൽ നനച്ച് തിന്നാലോ എന്ന് വിചാരിച്ചു. കട്ടൻ ചായയും അവൽ നനച്ചത് നല്ലതല്ലേ. പിന്നെ മധുരം ഇടാതെ കട്ടൻ ചായ വേണം കേട്ടോ. അതാണ് കോമ്പിനേഷൻ. ഞാനപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ ചിരകിയിട്ട് അവലും വെളുത്ത അവലാണ് കേട്ടോ. എനിക്ക് വെളുത്ത അവലാണ് ഇഷ്ടം. അപ്പോൾ കുറച്ച് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പോവാണ് കേട്ടോ. പഞ്ചസാര ഇടുന്നേക്കാൾ നല്ലത് ശർക്കരയല്ലേ. ഇനിയിപ്പോൾ അഥവാ ശർക്കര വീട്ടിലില്ലെങ്കിൽ പഞ്ചസാര ഇട്ടാണെങ്കിലും ഞാൻ നനയ്ക്കാറുണ്ട് കേട്ടോ. പിന്നെ മറ്റ് സാധനങ്ങളൊന്നും ഇവിടെ ഇരിപ്പില്ല. പഴം, ഉണക്കമുന്തിരി അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് തേങ്ങയും ശർക്കരയും മാത്രം ഇട്ടൊന്ന് നനച്ചെടുക്കുവാണേ, ആ കൊതിയൊന്ന് മാറാൻ വേണ്ടി. കൊച്ചിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനേക്കാൾ ഇഷ്ടമാണ് അവൻ ഈ തേങ്ങയും പഞ്ചസാരയും കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഞാൻ അവനെ അടുത്തേക്ക് വിളിക്കുകയില്ല കേട്ടോ. മൊത്തം കാലിയാക്കും. പിന്നെയും പുറകെ നടന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. എനിക്കും അത് പണ്ടേ ഇഷ്ടമാണേ. അങ്ങനെ അവലൊക്കെ നനച്ച് കഴിഞ്ഞിട്ട് കട്ടൻ ചായ ഇട്ടു കേട്ടോ. മധുരം ഇടാത്തയാണേ. എന്നിട്ട് ഞാൻ ഇതാ ഇവിടെ ഉമ്മറത്ത് വന്നിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. കൂടെ ഇതാ അവനുമുണ്ട്. ഞാൻ പിന്നെ പുതിയ പ്ലേറ്റിലേക്കൊന്നും എടുത്ത് മാറ്റാനൊന്നും നിന്നില്ല. അതിലേക്ക് തന്നെ ഇരുന്ന് കഴിക്കുവാണ് കേട്ടോ. ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ അവല് നന്നായിട്ട് ഞാൻ നനച്ചിട്ടുണ്ട് കേട്ടോ. കട്ടൻ ചായ പാർന്നിട്ട് നനച്ചിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ കൊച്ചിന് കൊടുക്കുമ്പോഴേ ഇതിപ്പോൾ തൊണ്ടയിലൊക്കെ കൊണ്ടുകയറുമെന്ന് പേടിച്ചിട്ട് ഞാനത് കാരണം നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് അവന് കൊടുക്കുന്നത്. അവലും കട്ടൻ ചായ നല്ല കോമ്പിനേഷനാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്ത്. ഞാൻ കട്ടൻ ചായ അല്ല കേട്ടോ കൂടെ കുടിക്കുന്നത്, പാൽ ചായയാണ് കുടിക്കുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ കട്ടൻ ചായ ആയിട്ട് കുടിക്കുന്നതാണേ. പക്ഷേ ഇന്നിപ്പോൾ ഇത് പാൽ ചായ ഇട്ടത് കൊണ്ട് ഇനിയിപ്പോൾ സെപ്പറേറ്റ് ഇടണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ആ ചായയും കൂട്ടി കുടിക്കുകയാണ് കേട്ടോ. രാവിലെ അമ്മ പുട്ടിൻ്റെ കൂടെ തന്നെ ചെറുപയർ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കൊച്ച് കഴിച്ചു. അതാണ് അവൻ വലിയ ഡിമാൻഡ് കാണിക്കാത്തത് അവൽ നനയ്ക്കുന്നതിനോട്. പിന്നെ തുണി കുറേ അലക്കാനുണ്ടായിരുന്നേ. അപ്പോൾ വലിയ കാലാവസ്ഥ മാറ്റമൊന്നുമില്ല. എന്നാലും അലക്കാനുള്ളത് അലക്കിയിടാം, അല്ലെങ്കിൽ കൂടി കിടക്കുകയും. അപ്പോൾ ഞാൻ സോപ്പ് വെള്ളം ഇട്ട വേണ്ടിയിട്ടേ അതിൽ കിടന്ന് മെഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറില്ലേ. സോപ്പ് പൊടി കലക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലെ പതയെല്ലാം പിടിച്ച് താഴേക്ക് എറിയലും മേത്തൂടെ വെച്ച് തേക്കലൊക്കെയാണ് പരിപാടി. പിന്നെ ഞാൻ തുണി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അവനാണ് വെള്ളത്തിൽ താഴ്ത്തുകയൊക്കെ ചെയ്യുന്നത്. ഇഷ്ടമാണ് പുള്ളിക്കാരന്. അധികമൊന്നും ഞാൻ സ്ട്രിക്റ്റ് ആവാൻ നിൽക്കാറുമില്ല കേട്ടോ. കുറേയൊക്കെ മണ്ണിൽ കളിക്കും, ചെരുപ്പിടാതെ നടക്കും. പിന്നെ ഞാൻ വിചാരിക്കും കുളിക്കാനൊക്കെ ഉള്ളതല്ലേ, ഒത്തിരി നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതെന്ന്. പിന്നെ ഒരുപാട് നേരം TV മൊബൈലൊക്കെ കാണുന്നതിനേക്കാളും നല്ലതല്ലേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടക്കുവാണെങ്കിലേ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്ന തുണികളെല്ലാം പെർഫെക്റ്റായിട്ട് ആൾ വെള്ളത്തിൽ താഴ്ത്തുന്നുണ്ട് കേട്ടോ. കുറേ ദിവസമായിട്ട് ഇത് തന്നെ ചെയ്യുമല്ലേ. എന്നിട്ട് ഞാൻ തുണിയെല്ലാം സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം കുറച്ച് നേരം ഇരിക്കണമല്ലോ. അപ്പോൾ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. നമുക്കൊരു കറ്റാർവാഴയുടെ ഗ്രോ ബാഗ് ഉണ്ടായിരുന്നേ. അതിലൊരു ചീര വളർന്ന് നിൽക്കുന്നത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് അവിടെ പിഴുതു മാറ്റിയിട്ടു. നല്ല കരുത്തുള്ള തൈയായിരുന്നു കേട്ടോ. അപ്പോൾ കറ്റാർവാഴ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗ്രോ ബാഗിൽ നിന്നിട്ട് വളരുന്നില്ല. എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് മൂടുണ്ടായിട്ടാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ അതിന് നല്ല 2 മൂട് പറിച്ചിട്ട് വേറെ നടാമെന്നാണ് വിചാരിക്കുന്നത്. 1-2 വർഷമായി ഈ കറ്റാർവാഴ ഇതേപോലെ നിൽക്കുന്നു, ഒരു മാറ്റവും ഇല്ല. പ്രത്യേകിച്ച് ഒരു വികാരമില്ല എന്ന് പറയില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ ഞാൻ 2 തണ്ട് കറ്റാർവാഴ ഇങ്ങനെ പിഴുതെടുത്തു കേട്ടോ. എന്നിട്ട് മണ്ണിൽ നടാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ തൊട്ടപ്പുറത്തൊക്കെയുള്ള വീട്ടിൽ ഇങ്ങനെ മണ്ണിൽ നട്ടിട്ട് നന്നായിട്ടുണ്ടായി നിൽപ്പുണ്ടേ. നമുക്കും നേരത്തെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താണെന്നറിയത്തില്ല, ഗ്രോ ബാഗിൽ നട്ടിട്ടാണോ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കാഞ്ഞിട്ടാണോ എന്നൊന്നും അറിയത്തില്ല. അത് വളരാതെ അങ്ങനെ മുരടിച്ച് നിൽക്കും. അപ്പോൾ ഞാൻ അതിന് 2 കഴുത്ത് എടുത്തിട്ട് ഒരു കഴുത്ത് ഇവിടെ നട്ടു. പിന്നെ ഒരു കഴുത്ത് ഇവിടെയും കൂടെ നട്ടു കൊടുത്തേ. ഇവിടെയാണെങ്കിൽ നല്ല മണ്ണാണേ, വളത്തിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. ഇന്നലെ രാത്രിയിലാണ് ചെടിയൊക്കെ നനച്ചത്. അതുകൊണ്ട് നല്ല നനവുണ്ടേ. നന്നായിട്ട് തന്നെ ഓസ് പിടിച്ച് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. അതുകൊണ്ട് ചെടികളൊക്കെ ഉഷാറായിട്ട് നിൽക്കുന്നുമുണ്ട്. പിന്നെ ഇന്ന് വെയിലുമില്ല, തീരെ വെയിലില്ല. ഇനിയിപ്പോൾ മഴ എന്നാ പെയ്യാന്നൊന്നും അറിയത്തില്ല. എന്തായാലും ചെടികളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ.
അത് രണ്ടും നട്ടതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തേ. ഇനി ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് നമുക്ക് നോക്കാം. വളരുന്നുണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഗ്രോ ബാഗിലുള്ള എല്ലാം മാറ്റി നടണം. അതേപോലെ തന്നെ ഈ റോസ് അങ്ങോട്ടും കുറേ കാലമായിട്ട് വിടരുമെന്നും പറഞ്ഞ് എന്നെ കൊതിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതുവരെ ഒരു മാറ്റവും ഇല്ല. ഇനി കുറേ സമയം കടന്നുപോയി കേട്ടോ. കൊച്ചിനെ കിടത്തി ഉറക്കി. അവൻ കളിച്ച് കിടന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയതാണ് കേട്ടോ. ഒരു 11 മണി 11:30 ആകുമ്പോൾ ഒരു ഉറക്കം ഉള്ളതാണ്. അങ്ങനെ കുട്ടി കിടന്ന് നല്ല ഉറക്കമായിട്ടോ. അപ്പോഴത്തേക്കും ഞാൻ വേഗം തന്നെ തുണി അലക്കി തരികയാണ് കേട്ടോ. ഒരു സെക്ഷൻ അപ്പുറത്തോട്ട് കൊണ്ടിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഉണ്ട് വിരിച്ചിടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ വെയിലില്ലാത്തതുകൊണ്ട് വലിയ ഒരു തലവേദന ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ വെയിലും കൊണ്ട് അലക്കുന്നതാണല്ലോ ബുദ്ധിമുട്ട്. ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നത് 12 മണി 12:30 ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ചോറ് ഇരിപ്പുണ്ട്. ചോറിന് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കണം. അമ്മ രാവിലെ കോവീസിൻ്റെ ഇല തോരൻ വെച്ചിട്ടാണ് കൊണ്ടുപോയതേ. അച്ഛന് പിന്നെ ചോറിനൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇന്ന്. അമ്മയ്ക്ക് വല്ല തോരനോ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ മതി കേട്ടോ. പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒഴിച്ചു കറിയൊക്കെ വേണമെന്നൊരു താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കറി വെക്കാൻ കാര്യം പറഞ്ഞാൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. മടിയാണ് കുഴപ്പം. മടിച്ച് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്തെങ്കിലും കറി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മുരിങ്ങയില കുറേ നിൽപ്പുണ്ട്. അതൊടിച്ച് കറി വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. കൊച്ചിനും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഞാൻ മുരിങ്ങയില പോയി എടുത്തു കേട്ടോ. എന്നിട്ട് തേങ്ങയൊക്കെ അരച്ച് കറി വെച്ചേ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കറി. മുരിങ്ങയില കൊണ്ടുള്ള എല്ലാ കറിയും എനിക്കിഷ്ടം കേട്ടോ. മുരിങ്ങയില താളിപ്പും ഒരു തേങ്ങ അരച്ച കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മുരിങ്ങയില എടുത്ത് കറി വെച്ചു. പിന്നെ ഉണക്കമീൻ ഇരിപ്പുണ്ടായിരുന്നു കൂട്ടാൻ, അത് വറുക്കുകയും കൂടെ ചെയ്തു കേട്ടോ. പിന്നെ ചോറൊക്കെ തിളപ്പിച്ചൂറ്റി നല്ല ചൂടാക്കിയിട്ടുണ്ടേ. അപ്പോഴത്തേക്കും ഇത് ആശാനൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം എഴുന്നേറ്റതിൻ്റെ ഹാങ് ഓവർ കാരണം വാശിയൊക്കെ എടുത്തു. പിന്നെ ഞാൻ തോളത്തിട്ട് കുറേ നേരം നടന്നു, കുറേ നേരം എടുത്തുകൊണ്ട് നടന്നു. കുറേ നേരം അവൻ്റെ വാശിക്കനുസരിച്ച് എനിക്ക് കളിക്കേണ്ടി വന്നു. പിന്നെ അവന് ചോറെടുക്കുന്ന കണ്ടപ്പോൾ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുരിങ്ങയിലക്കറിയൊക്കെ കൂട്ടി വലിയ എരിവൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അവനെ കരുതി ഞാൻ അധികം എരിവൊന്നും ഉപയോഗിച്ചിട്ടില്ല. അമ്മയാണേലും അതെ, എന്ത് കറി വെക്കുവാണേലും അധികം എരിവ് ചേർക്കത്തില്ല, ഇവന് കഴിക്കേണ്ടതാണല്ലോ എന്ന് ഓർത്ത്. പിന്നെ മുരിങ്ങയിലൊക്കെ കൊടുത്താൽ നന്നായിട്ട് കഴിച്ചോളൂ, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ശകല മീൻ അവിടെ എവിടെയെങ്കിലും കണ്ടാൽ മതി. മീൻ നമ്മൾ എടുക്കുന്നില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തോണ്ടി കാണിച്ചു തരും. അതും കൂടെ എടുത്തിട്ട് ചോറ് തരാം. ഒരു ശകലം മണത്തിന് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വയറ് നിറച്ച് പുള്ളിക്കാരൻ ചോറുണ്ടോളൂ. ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം പോയി വിശ്രമിച്ചു കേട്ടോ. പിന്നെ ഒരു 4 മണി 4:30 ആയി സമയം. അപ്പം ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ചിടാൻ രാവിലെ ഞാൻ ഇവിടെ തൂത്തിടാൻ വേണ്ടി ഉള്ള കാര്യം മറന്നുപോയി സത്യം പറഞ്ഞാൽ. അതാണ് ഇത്രയും ചപ്പ് എടുക്കുന്നത്. പിന്നെ മഴ പെയ്യാത്തതുകൊണ്ട് നല്ല പൊടിയാണ് കേട്ടോ. നല്ല പൊടിയെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പാറുന്നുണ്ട്. പിന്നെ അവനെ കുളിപ്പിക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ മൈൻഡ് ചെയ്യാത്തത്. ഞാൻ അവനോട് പറയുന്നുണ്ട് മാറി നിൽക്കടാ എന്ന് പറയുന്നുണ്ട്. അവൻ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഞാൻ പൊടി ഓവറായെന്ന് കണ്ടപ്പോൾ കൊച്ചു ചെറുതായിട്ട് തുമ്മുന്നുണ്ട്. എനിക്കും തുമ്മൽ വരും ഈ പൊടിയൊക്കെ അടിച്ചാലേ. അപ്പം ഞാൻ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തു കേട്ടോ, പൊടി ഒന്ന് ചെറുതായിട്ട് അടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. പൊടി അങ്ങോട്ട് ചെറുതായിട്ട് മാറി കിട്ടിയേ. അമ്മയും അച്ഛനും വരാനായിട്ടുണ്ട് കേട്ടോ. അമ്മ വന്നതിന് ശേഷമാണ് അച്ഛൻ വരുന്നത്. രണ്ടുപേരും 2 സ്ഥലത്താണ് ജോലിക്ക് പോയിരിക്കുന്നത്. പിന്നെ ഞാൻ വെള്ളമൊക്കെ തളിച്ചതിന് ശേഷം അവിടെ തൂത്തിടുകയാണ് കേട്ടോ. എന്നാലും ഉണ്ട് പൊടി, എന്നാലും ഒരു ചെറുതായിട്ടൊന്ന് ഒരു മാറ്റമുണ്ട്. കൊച്ച് അമ്മേനെയും അച്ഛനെയും വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അവർ വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരും. അപ്പോൾ അത് പ്രതീക്ഷിച്ചാണ് ഇങ്ങനെ വഴിയിൽ തന്നെ നിൽക്കുന്നത് സ്റ്റിക്കായിട്ട്. നമുക്ക് പണ്ടുള്ളൊരു കസേരയാണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ വീടിനകത്ത് ഇടാത്തത് കാരണം ഈ പുറത്തിടുവാണെങ്കിൽ ചുമ്മാ ഇരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ടിട്ടാണ് കേട്ടോ. ഇതിവിടെ കൊണ്ടിട്ടതിന് ശേഷം വണ്ടി ഓടിക്കലാണ്. ഈ കസേരേനെ നേരെ ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഉന്തി തള്ളി അതിൻ്റെ കഥ കഴിക്കുമെന്നാണ് തോന്നുന്നത്. ഉമ്മറഭാഗമൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഈ ഒരു സൈഡും കൂടെ തൂത്തുവാരി ഇടുവാണ് കേട്ടോ. ഇന്ന് പിന്നെ കാര്യമായിട്ട് നനയ്ക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇന്നലെ രാത്രിയില്ല ചെടിയൊക്കെ നനച്ചേ. ചെടിയും പച്ചക്കറിയും എല്ലാ സകല സാധനങ്ങളും നനച്ചിട്ടുണ്ടായിരുന്നേ. കുറേ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഓസിൽ. അപ്പോൾ അത് നിൽക്കുന്നവരെ നന്നായിട്ട് ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുത്തു. അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ ചെടികൾക്കും സന്തോഷത്തോടെ നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വാടി ഉണങ്ങി നിൽക്കുന്നതിൻ്റെയൊക്കെ ഒരു മാറ്റം ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ തുണി കുറച്ച് അപ്പുറത്തെ സൈഡിൽ ഉണക്കായിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ ഉണങ്ങിക്കിട്ടാൻ ശകലം ബുദ്ധിമുട്ടാണ് കേട്ടോ, ഈ എരമ്പുള്ളതുകൊണ്ടേ. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്ന് നോക്കിയപ്പോൾ എൻ്റെ ബനിയനൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ മുന്നോട്ട് എടുത്തിട്ടേ. പിന്നെ അമ്മയുടെ കുറച്ച് നൈറ്റി പാവാടയൊക്കെയാണ്, അതൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടേ. ഒരുപാട് കട്ടിയുള്ള ഡ്രസ്സൊന്നും അല്ലല്ലോ. അപ്പോൾ അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ പുതപ്പ് അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു രാത്രിയിലത്തേക്ക് വൈകുന്നേരം അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് വേറെ പുതപ്പുണ്ട്. കമ്പിളി വേണം കേട്ടോ അച്ഛന്. ഇവിടെയൊക്കെ കമ്പിളി ഇല്ലാതെ പറ്റില്ല. പിന്നെ അതാ വൈകുന്നേരം ആയപ്പോൾ കൊച്ചിനെ കുളിപ്പിക്കുകയൊക്കെ ഒന്ന് ചെയ്തു കേട്ടോ. അവനൊന്ന് വൃത്തിയാക്കി എടുത്തു. പിന്നെ വൈകുന്നേരം ഇങ്ങനെ ഒരു റൈഡിന് പോക്ക് അവനുള്ളതാണ് കേട്ടോ. വൈകുന്നേരം ഞാനോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഇതുപോലെ റോഡിലേക്ക് കുറച്ച് നേരം ഇറക്കിക്കൊണ്ടുവരും. വൈകുന്നേരം ആകുമ്പോൾ വണ്ടിയുടെ ശല്യമൊന്നും ഇല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മഴയൊന്നും പെയ്തിട്ടില്ല, പക്ഷെ നല്ല മഴക്കാറുണ്ട്. മഴ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ